അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ വാർത്ത കൂടി നമുക്ക് ഇതിനൊപ്പം പറയാതിരിക്കാൻ വയ്യ. ആലപ്പുഴയിലാണ് സംഭവം. രഘു നേരത്തെ വാർത്ത പങ്കുവച്ചപ്പോൾ അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തും എന്നുകൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രഘു സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് ഞാൻ ആ വീട്ടിലാണ് ഉള്ളത്. ഇവിടെയായിരുന്നു അച്ഛനും മകളും താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിന് ചുറ്റുപാടുമൊക്കെ വീടുകളൊക്കെ ഉള്ളതാണ്. ആളുകളൊക്കെ വലിയ ഞെട്ടലിലാണ്. ഈ മൃതദേഹത്തെ കാത്തിരിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. പഞ്ചായത്ത് അംഗമാണ് ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തത്. ചേട്ടാ, എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ? ഒരു പ്രാഥമികമായിട്ട് എന്നെ ഈ അയലന്തരത്തിൽ ഉള്ള ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കുട്ടി കട്ടിലേക്ക് കിടക്കുകയാണ്. അവിടെ ഒരു ചെറിയ ഇരുട്ടുള്ളൊരു മുറിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ അമ്മ ഇരുന്ന് കരയുന്നുണ്ട്, അപ്പുറത്ത് അച്ഛനും എന്നെ കണ്ടപ്പോൾ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊന്നും ചിന്തിച്ചില്ല, വല്ല ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിവിടെ പുറത്തിറങ്ങി ഈ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ കുട്ടിയുടെ അമ്മാവനാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, വേറെ ഇതിനകത്ത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല, പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് നിർബന്ധമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ മണ്ണഞ്ചേരി പോലീസിനെ അറിയിച്ചു. അപ്പോഴൊന്നും ഇങ്ങനൊരു ചിന്തയില്ല. സാധാരണ മിക്കവാറും എവിടെയെങ്കിലും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ചെല്ലുകയാണെങ്കിൽ പിന്നെ വീട്ടുകാർ പറയും നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഇട്ടുന്നതായിരിക്കും നല്ലത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതായിട്ടേ ഞാൻ ധരിച്ചുള്ളൂ. അങ്ങനെ ഇവിടുന്ന് ബോഡി ചെട്ടിയാട് ആശുപത്രി കൊണ്ടുപോവുകയും പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ അമ്മാവനെ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രാഥമികമായ മൊഴി കൊടുപ്പിച്ചു. അങ്ങനെ തിരിച്ചു വന്ന് മറ്റ് തഹസിൽദാർ വന്നതിന് ശേഷമേ, അത് സാങ്കേതികമായൊരു കാര്യമാണ്, തഹസിൽദാർ കൂടെ വന്നതിന് ശേഷം ഇൻക്വസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നത്. ഒരു തരത്തിലുള്ള സംശയവും അപ്പോൾ തോന്നിയിരുന്നില്ല. അങ്ങനെ തോന്നാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ആകെ 2 പെൺകുട്ടികളാണുള്ളത്. അതിൽ മറ്റേയാളിനെ കല്യാണം കഴിപ്പിച്ച് അയച്ചു. ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛനും അമ്മയും, അതായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടാതെ കുട്ടിയുടെ അച്ഛൻ്റെ അച്ഛനും അമ്മയും കൂടെ ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യവും അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഈ രാവിലെയാണോ ചേട്ടൻ ഇവിടെ വരുന്നത്? ഞാൻ 7 മണിയായപ്പോൾ ഈ അടുത്തുള്ള വീട്ടിലെ ആൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഈ കുട്ടി മരിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞു. കുട്ടി ഭർത്താവായിട്ട് പിണങ്ങി ഇവിടെ നിൽക്കുകയായിരുന്നു? ഭർത്താവായിട്ട് പിണങ്ങി നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ ഒരു 4-5 മാസമായി കാണും. ഇവർ അതിനെ ചൊല്ലി അച്ഛനും മകളും തമ്മിൽ വഴക്കോ അങ്ങനെയൊക്കെയുള്ള സംസാരം ഉണ്ടാവാറുണ്ടോ? അത് അറിയത്തില്ല. ഇവിടെ ഇനി ഒരു ദിവസം ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് സംസാരിച്ചതാണ്. പിന്നെ ഈ ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്നെങ്കിലും അങ്ങനെ ഇവർ വേർപിരിഞ്ഞു പോകണം എന്നുള്ള ഒരു ധാരണയൊന്നും അവൾക്ക് ഉള്ളതായിട്ട് അറിയത്തില്ല, ഇല്ലായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടി അവിടെയുള്ള ഒരാളിനെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, പിന്നെ ഈ ജോസ് പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ മനോരമയുടെ ആൾക്കാരെന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും ഗൗരവമായ വിഷയമാണെന്നറിയുന്നത്. മകളുടെ സംസ്കാരം എപ്പോഴാണെന്ന് വല്ലതും തീരുമാനിച്ചിട്ടുണ്ട്? ഇല്ല, തീരുമാനിച്ചിട്ടില്ല. ആളുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയ ഞെട്ടലിലാണ്. അത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികമായ ബഹളങ്ങളോ ഒച്ചകളോ ഒന്നും തന്നെ കേട്ടിരുന്നില്ല. എന്താണ് സംഭവിച്ചത്? ഒരു പക്ഷേ വഴക്കിനിടയിൽ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്തതായിരിക്കാം. എന്തായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നതുപോലെ തന്നെ ഈ മരണത്തിനോടൊപ്പം തന്നെ ഈ അച്ഛനാണ് ഈ കൊലപാതകം ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു വലിയ ഞെട്ടലിലാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉള്ളത്. ഇപ്പോൾ പോലീസ് വേറെ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവെച്ചോ രഘു? ഇപ്പോൾ ഇയാൾ നേരിട്ട് ചെന്ന് പോലീസിനോട് അറിയിക്കുകയായിരുന്നല്ലോ, ഇങ്ങനെ അത് എങ്ങനെയാണ് അങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്യപ്പെട്ടത്? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ടോ?
ഇവിടെ നമ്മൾ വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ശ്വാസം മുട്ടിച്ചാണ്, അതായത് ഏതെങ്കിലും രീതിയിൽ സ്വയം ചെയ്തതായിരിക്കില്ല, മറ്റൊരാൾ ചെയ്തതാണെന്നുള്ളൊരു സംശയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് അച്ഛൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. എന്തായാലും അദ്ദേഹത്തെ അച്ഛനെ പോലീസ് സിഐയുടെ നേതൃത്വത്തിൽ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉദ്യോഗസ്ഥരാണ്, SI അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ള. അവർക്ക് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നാണ് അവർ പറയുന്നത്. CIയും SIയും സ്റ്റേഷൻ SHO ആയിട്ടുള്ള CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിലവിൽ പിതാവിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അച്ഛൻ സ്വന്തം മകളെ കഴുത്തിൽ തോർത്ത് കുരുക്കി കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ലഭ്യമാകുന്നത്. അച്ഛൻ തന്നെയാണത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുകയും ചെയ്തത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്.